ബോച്ച സാർ എന്തായി? നമസ്കാരം. നമസ്കാരം. സാറിനെ ഞാനൊന്ന് കാണണമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇപ്പം ബോച്ചെ 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 എന്നും പറഞ്ഞുള്ള ആ ഒരു അലയടിയാണല്ലോ. അതെ. അപ്പോൾ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലും സാർ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് സാറിനോടൊപ്പം ഒരുപാട് ജനപിന്തുണയുള്ള ഈ സമയത്ത് എന്താണ് സാറിന് പറയാനുള്ളത്? അല്ല, ജനപിന്തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, ചാരിറ്റി ചെയ്യുന്നു. അതുകൊണ്ടാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അതെ. കാരണം ചാരിറ്റി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിടക്കുമ്പോഴൊരു മനസ്സിനൊരു സംതൃപ്തിയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പാവങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചെയ്യാൻ നമ്മുടെ മനസ്സ് വീണ്ടും വീണ്ടും നമ്മൾ കുടിക്കും. അതുപോലെ സാറേ, എനിക്ക് മറ്റൊരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ചോദിച്ചു. നമ്മുടെ കുംഭമേളയിലെ ആ നമ്മുടെ മൊണോലിസ എന്ന് പറയുന്ന ആ കുട്ടിയെ സാർ ഇവിടെ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരികയും കേരളത്തിൽ അത് പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്തല്ലോ. അതെ. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് ഒരു ചേതോവികാരം ഉണ്ടായത്? അല്ല, ഇപ്പോൾ എനിക്ക് തോന്നി ആ കുട്ടി, എനിക്ക് തോന്നുന്നു ഒരു ഐശ്വര്യ റായ്, ഒരു മനസ്സിന് ഇണങ്ങി. ഇപ്പം നമ്മുടെ മുഖസൗന്ദര്യം മാത്രമല്ല, മനസ്സിനൊരു സൗന്ദര്യം ഉണ്ടെങ്കിൽ മാത്രമേ 100% അത് പൂർത്തീകരിക്കത്തുള്ളൂ. അവരൊരു പാവം ഒരു കുടുംബത്തിലുള്ളവരാണ്. അപ്പോൾ അവരെ രക്ഷപ്പെടുത്തുക, അല്ലെങ്കിൽ അവരിലേക്ക് ഒരു ജീവിതത്തിനൊരു പ്രൊമോഷൻ കൊടുക്കുക എന്നുള്ളത് എന്നെപ്പോലെയുള്ള ഒരാൾക്ക് സാധിക്കുമെങ്കിൽ ആ പാവപ്പെട്ടവർക്കൊരു ജീവിതം ആവട്ടെ എന്നുള്ള രീതിയിൽ ഞാനങ്ങനെ ഒരു പിന്തുണ കൊടുത്തതാണ്. സാറേ, അതൊക്കെ ഒരു വലിയ വലിയ കാര്യമാണ്. ഇന്നിപ്പോൾ എല്ലാ എന്താ പറയുന്നത്, എല്ലാ മുതലാളിമാർക്കും അല്ലെങ്കിൽ ബിസിനസ്സുകാർക്കും ഒന്നും തോന്നാത്ത ഒരു സംഭവമാണ് സാറ് ചെയ്തത്. അപ്പം സാറിന് ദിവസം കൂടുന്തോറും സാറിന് നല്ലൊരു ജനപിന്തുണയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? അല്ല, ജനപിന്തുണ, ജനം എന്നെ ഇഷ്ടപ്പെടുന്നു. ബോച്ചെ ബോച്ചെ എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂർ എന്നുള്ള അവരെ ആ ഷോട്ടിൽ ബോച്ചെ എന്ന് വിളിക്കുമ്പോൾ ഞാൻ എന്നിലൂടെയാണ് ഞാൻ അവരെ കാണുന്നത്. അപ്പോൾ ഞാൻ അതിൽ സന്തോഷം കണ്ടെത്തുന്നു. നമ്മൾ ഇത്രയും നേരം ഇവിടെ പരിചയപ്പെട്ടത് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആളിൻ്റെ ഫിഗർ ചെയ്യുന്ന അജി പട്ടണക്കാടാണ്. അജി പട്ടണക്കാട് യാദർച്ഛവശായിട്ടാണ് ഈ അജിയേട്ടനെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചതും അദ്ദേഹത്തിനുമായിട്ട് രണ്ട് വാക്ക് സംസാരിക്കാൻ പറ്റിയതുമൊക്കെ. അപ്പം അജിയേട്ടൻ എന്താണ് അതേപ്പറ്റി പറയാനുള്ളത്? ഏതായാലും വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ബോച്ചയുടെ അദ്ദേഹത്തിൻ്റെ ഈ ഫിഗറും ഇതും വെച്ച് കേരളത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നിരവധി സ്റ്റേജ് ഷോകളിലൂടെ ഞാൻ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് വളരെയധികം തൃപ്തിയാണ് അദ്ദേഹത്തെ അനുകരിക്കുക. അദ്ദേഹത്തിനെ അനുകരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന അത്രയും ജനപിന്തുണ തന്നെയാണ് എനിക്കും കിട്ടുന്നത്. ഞാൻ ഈ ബോബി ചെമ്മണ്ണൂരായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ശരിക്കും അത് ആസ്വദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അജിയേട്ടൻ്റെ ആ ഷോ, ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് സൂപ്പറാണ്. ഒരുപാട് കയ്യടി നേടിയ ഒരു ഫിഗർ ഷോയാണ് അജിയേട്ടൻ്റേത്. അപ്പോൾ അജിയേട്ടൻ ഒരു 11ഓളം ഫിഗറുകൾ എടുക്കുന്നുണ്ട്, നമുക്കറിയാം. ഏതൊക്കെ ഫിഗറുകളാണ് അജിയേട്ടൻ എടുക്കുന്നത്? ഞാനിപ്പോൾ ആദ്യം 5 ഫിഗറായിരുന്നു, ഇപ്പോൾ പിന്നെ 6 ഫിഗർ പുതിയ അതായിട്ട് എടുത്തപ്പോൾ 6 5 11 ഫിഗർ. ജാക്കി ചായൻ, ജഗതി ശ്രീകുമാർ, ബോബി ചെമ്മണ്ണൂർ, അമിതാഭ് ബച്ചൻ, ഋഷി രാജ് സിംഗ്, നമ്മുടെ സൗബിൻ അമ്പിളി സിനിമ, ശശി തരൂർ, വിജയ് സേതുപതിയൊക്കെ ഭയങ്കര ഹൈലൈറ്റാണ്, സൂപ്പറാണ്. അതെ. പിന്നെ അമരീഷ് പുരി, അങ്ങനെ 10-11ഓളം ഫിഗർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അജിയേട്ടൻ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അപ്പം താങ്ക്സ്, ഒരുപാട് താങ്ക്സ്.